നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കർക്കിടക വാവുബലിയെക്കുറിച്ചാണ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിനെക്കുറിച്ചും അത് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ഏത് രീതിയിൽ ചെയ്താലാണ് അതിന് വിധിയാമണ്ണം ചെയ്യേണ്ടുന്ന രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈൻ വഴി അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ ഈ വർഷത്തെ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 12 ബുധനാഴ്ച, അതായത് കർക്കിടകം 27, ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച, നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതാണ് കർക്കിടക വാവുബലി വരുന്നത്. ഈ കർക്കിടക വാവുബലി നമ്മുടെ പിതൃക്കൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. പിതൃക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള 10 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാം നമ്മുടെ പിതൃക്കളാണ്. ആ പിതൃക്കളുടെ സഹായം അതൊന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉന്നതികൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് ഈ പിതൃക്കളുടെ സഹായം നമുക്ക് വേണം. ചില ആൾക്കാർ എല്ലാ മാസവും പോയി ബലിയിടുന്നവരുണ്ട്, വർഷത്തിലൊരിക്കൽ ഇടുന്ന ബലിയുണ്ട്. പക്ഷേ എല്ലാ മാസവും ഇട്ടാലും ഈ വരുന്ന കർക്കിടക മാസത്തിൽ വരുന്ന കർത്തവാവ് ദിവസത്തെ ഈ ബലി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും കൂടുതൽ പിതൃക്കൾക്ക് തൃപ്തി നൽകുന്നതാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്നതാണ്. അങ്ങനെ അവർക്ക് തൃപ്തിയും ശക്തിയും കിട്ടുമ്പോൾ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് അത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും. ഇതിനിടയ്ക്ക് ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇടയ്ക്ക് വെച്ച് ഒരാൾ ചോദിച്ചതാണ്, നമ്മുടെ പിതൃക്കൾ അവർ പുനർജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബലിയിട്ടാൽ അവർക്ക് ദോഷമായി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളായി. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അത് കാണാൻ പറ്റാത്തത്. അപ്പം നമ്മൾ 4 തലമുറയോളം ഉള്ളവർക്ക് നമ്മൾ ബലിയിടണമെന്നാണ് പറഞ്ഞത്. ബലിയിടണമെന്ന് പറയുമ്പോൾ 4 തലമുറ എന്ന് പറഞ്ഞാൽ അത് 480 വർഷവും 20 ദിവസമാണ് അതിൻ്റെ ഒരു സമയ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബലി അതുകൊണ്ട് എന്ത് ഗുണം? നമ്മുടെ സമയം പോകില്ലേ, വെറുതെ ആകില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ അച്ഛനെ തന്നെ എടുക്കാം. അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ മാസവും ഞാൻ പോയി ബലിയിടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ബലി അദ്ദേഹം ചിലപ്പോൾ പുനർജനിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പുനർജനിച്ചാൽ ഞാൻ ഈ ഇട്ട് കൊടുക്കുന്ന ബലി അതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ആത്മാവിന് ഗുണകരമായിട്ട് വരും. അതിന് ഒരു പുഴുവാണെങ്കിലും ഒരു പുൽക്കൊടിയാണെങ്കിലും മനുഷ്യജീവനാണെങ്കിലും അതിന് നന്മകൾ കിട്ടും. ഒന്നുകൂടി പറയാം, നമ്മൾ ബലിയിട്ട് കൊടുക്കുക നമ്മുടെ പിതൃക്കൾ. അവർ പുനർജന്മം കിട്ടിയിട്ടുണ്ടോ ഇല്ല നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷെ പുനർജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബലി ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ആ പുതിയ ജന്മത്തിന് ഏറ്റവും ഗുണകരമായി വരും. അതാണ് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ പിതൃക്കൾ പുനർജന്മം എടുത്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ നമ്മളിട്ടാൽ അവർ ആത്മാവായി നിൽക്കുന്ന ആത്മാവിനും ആ ആത്മാവ് പുനർജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിലും ഈ ചെയ്യുന്ന കർമ്മം ഗുണകരമായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വരുന്ന ബുധനാഴ്ച 12-ാം തീയതി കർക്കിടകം 27-നാണ് കർക്കിടക വാവുബലി വരുന്നത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സദ്ഗുണങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ബലിയിടുമ്പോൾ അതിനൊരു ചിട്ടവട്ടമുണ്ട്, ഒരു ശുദ്ധി വൃത്തിയൊക്കെ നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. അതായത് ഈ വരുന്ന ബുധൻ എന്ന് പറഞ്ഞു, അപ്പോൾ ചൊവ്വാഴ്ച പുലർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കൽ എന്ന് പറയും. ആ ഒരിക്കൽ എടുക്കണം എന്ന് പറഞ്ഞാൽ അരി ആഹാരം ഒരു നേരമേ കഴിക്കാൻ പാടുള്ളൂ. അരി ആഹാരം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ചോറ് കണക്കാക്കും. രാവിലെ ദോശ കഴിക്കും, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, രാത്രി വേണമെങ്കിൽ അരിപ്പുട്ട് ആഹാരം കഴിക്കും. അങ്ങനെയല്ല, അരിയിലുണ്ടാക്കിയ ഏതാഹാരവും ഒരു നേരമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ പഴവർഗ്ഗങ്ങളോ പാലോ അങ്ങനെ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ആ ഒരു ദിവസം കഴിഞ്ഞുകൂടാ. അന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടൊക്കെ വയറ് ഫുള്ളാവുന്ന വിധത്തിൽ ആഹാരം ഒന്നും കഴിക്കാതിരിക്കാനും, ക്ഷീണം പാടില്ല, നല്ല ഊർജ്ജസ്വരനായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പം ആഹാരം കൂടുതൽ, ചോറ് കൂടുതൽ ആഹാരം കഴിച്ചാൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ച് നമ്മൾ വ്രതം എടുക്കണമെന്ന് പറഞ്ഞാൽ. പിന്നെ പുകവലി പാടില്ല, ഒരുവിധ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ഭാര്യാഭർത്തൃ ബന്ധം, ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. തുടക്കായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം. 7 കഴിഞ്ഞാൽ നിൽക്കാം, 7-നുള്ളിൽ നിൽക്കാൻ പാടില്ല. രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം, നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങണം. അസഭ്യവർഷങ്ങളൊന്നും, അതായത് നമുക്ക് മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ആരോടും വഴക്കടിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അതായത് ഏറ്റവും നല്ല ഒരു മനസ്സോടുകൂടി
ആ ഒരു ദിവസമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നല്ല ശുദ്ധ മനസ്സോടുകൂടി വേണം ആ ഒരിക്കലെടുക്കാനായിട്ട്. അതെടുത്തതിന് ശേഷം അടുത്ത ദിവസം ബുധനാഴ്ച ദിവസം, ഈ വർഷം വരുന്ന ബുധനാഴ്ചയാണ്, ഈ മാസം 12-ാം തീയതി രാവിലെ തന്നെ ബലിയിടാൻ പോകുന്നതാണ് നല്ലത്. ചില ആൾക്കാർക്ക് 9-10 മണിക്കൊക്കെ ബലിയിടാൻ വീട്ടിൽ നിന്ന് പോകുന്നത് കാണാം. അത് പാടില്ല. കഴിയുന്നിടത്തോളം രാവിലെ പോയി നമ്മൾ ബലി അർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ബലിയിടാൻ പോകുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ തലേന്ന് ആഹാരമൊക്കെ കുറച്ച് നമ്മുടെ വായി വരുന്ന എല്ലാ അസഭ്യവർഷങ്ങളും ഒഴിവാക്കി, ലഹരിയെല്ലാം ഒഴിവാക്കി, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോയിട്ട് അതിന് ഉചിതമല്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ ബലിയിട്ടാൽ അത് നമുക്ക് ഗുണകരമാകില്ല. അതും നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല ശുദ്ധമായ ജലത്തിൽ, കഴിവതും ഒഴുക്ക് ജലത്തിൽ നമ്മൾ ബലിയിടുന്നതാണ് ഏറ്റവും തൃപ്തി. അതായത് മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വലിയ കടൽ തീരങ്ങളിൽ നല്ല ഒഴുക്കുള്ള കായൽ, അതുപോലെ ആറ്, മറ്റു പുഴകളിലൊക്കെയാണ് ബലിയിടുന്നത്. നല്ല ഒഴുക്ക് ജലം, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം എന്ന് വെച്ചാൽ ഒരുവിധം ശുദ്ധമായിരിക്കും. ഈ കെട്ടിക്കിടക്കുന്ന ജലങ്ങളിലൊന്നും കഴിവതും നമ്മൾ ബലിതർപ്പണങ്ങൾ സമർപ്പിക്കാതിരിക്കുക. കാരണം പിതൃക്കൾ നമ്മൾ കൊടുക്കുന്ന പിണ്ടം, അവർക്കുള്ള ആഹാരം, അത് സ്വീകരിക്കുന്നത് ജലം വഴിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ജലം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, അഴുക്ക്, ചിലപ്പോൾ നമുക്ക് നമ്മൾ ബലിയിട്ട് കൊടുക്കുന്ന ആ ജലം കെട്ടിക്കിടന്ന് പുഴുകൊടുത്തതായിരിക്കും. അത് നമ്മൾ കൈകൊണ്ട് പോലും നമ്മൾ തൊടില്ല. അങ്ങനെയുള്ള ജലത്തിലാണ് നമ്മൾ പിണ്ടം കൊണ്ട് സമർപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടില്ല, പിന്നെ പിതൃക്കൾ എങ്ങനെ അതുവഴി ഒന്ന് സ്വീകരിക്കുന്നത്? അവർ ശുദ്ധമായ ജലത്തിൽ കഴിയുന്നിടത്തോളം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത് പോകുന്നത് അങ്ങനെയാണ്. കടൽപ്പുറങ്ങളിൽ, കടപ്പുറത്ത്, കടലിൽ പോയി നമ്മൾ ബലിയിടുന്നത് ഏറ്റവും ശുദ്ധമാണ്, ഏറ്റവും വൃത്തിയാണ്, പിതൃക്കൾക്ക് ഏറ്റവും തൃപ്തിയുമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ബലിയിടരുത്. കാര്യം അവർക്ക് അവരുടേതായ കാര്യം നടക്കും. പക്ഷെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ പിതൃവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ തൃപ്തിപ്പെടുത്തുമ്പോൾ നമ്മൾ തലേ ദിവസം ഒരിക്കലെന്ന് പറയുന്ന പൂർണ്ണ വ്രതം എടുത്തിട്ട് ഇതേ കണക്കൊരു അഴുക്ക് ചാലിൽ കൊണ്ടുചെന്ന് നമ്മൾ ബലിയിട്ട് കൊടുത്താൽ വെറുതെ എന്തിനാണ് നമ്മൾ വെറുതെ ഒരു നേരം ആഹാരം കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ടൊരു ഗുണവുമില്ല. അപ്പോൾ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടാണ്. തലേന്ന് ഒരിക്കലെടുത്ത് അടുത്ത ദിവസം രാവിലെ നമ്മൾ പോയി ബലിതർപ്പണങ്ങൾ സമർപ്പിച്ച് അതിനുശേഷം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിതൃതർപ്പണങ്ങൾ നടക്കുന്ന അതിനടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ നമുക്ക് ദർശനം നടത്താം. ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക് വ്രതം മുറിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ കർക്കിടക വാവ് ബലി നടത്തി കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പിതൃക്കൾ നമ്മളിൽ സംപ്രീതരാവുകയും നമുക്ക് നമ്മുടെ സന്തതികൾക്കും സകല ഭാഗ്യങ്ങളും, ആ ഭാഗ്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ പോലും സാധിക്കില്ല, അത്രയേറെ ഭാഗ്യങ്ങൾ നമുക്ക് തരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്നത് വ്രതശുദ്ധിയോടുകൂടി കൃത്യമായി ശുദ്ധമായ ജലത്തിൽ നമ്മൾ ബലിതർപ്പണങ്ങൾ സമർപ്പിക്കുക. അപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ മറന്നതല്ല, അവസാനം പറയാമെന്ന് വിചാരിച്ചു. കർമ്മങ്ങൾ നന്നായി ചെയ്യുന്ന കർമ്മികളുടെ മുന്നിൽ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. കാരണം ഇത് ചെയ്യുന്ന ഒരു പുരോഹിതൻ മന്ത്രങ്ങൾ പറഞ്ഞങ്ങ് പോകും. അത് അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ നിന്നും വരുന്നതാണ്. നമ്മുടെ കണ്ടത്തിൽ നിന്നും അത് വരണം. കഴിയുന്നിടത്തോളം ആ മന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ട്, നമ്മൾ ശബ്ദം ഉയർത്തി പറഞ്ഞില്ലെങ്കിലും അത് നമ്മുടെ നിശബ്ദമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലത് ഉച്ചരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ആ പറഞ്ഞു തരുന്ന ക്രിയകൾ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ജലം ഒഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ജലം വെച്ച് ഇങ്ങനെ ഒഴിക്കരുത്, ജലം ഒഴിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയൊക്കെ നമ്മൾ നോക്കിക്കണ്ട് വേണം അതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട്. ജലം ഒഴിക്കുന്നതും പിണ്ഡം വയ്ക്കുന്നതും ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ ചെന്നിരുന്ന്, ഞാൻ മിക്ക ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇലയിട്ടിട്ട് ഇരിക്കും. ഒരു 150 പേര് കാണുമല്ലോ, വെറുതെ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവർ പറയുമ്പോൾ അടുത്ത വന്നിച്ച്. അത് നമ്മൾ ചെയ്തത്, നമ്മൾ ആ ചെയ്തു തരുന്ന പുരോഹിതനെ ശ്രദ്ധിക്കുക. അദ്ദേഹം അതിൽ മാത്രം ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ നമുക്ക് ചിലപ്പോൾ ഏറ്റു പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മൾ കിടന്ന് അല്ലറി വിളിക്കണമെന്നൊന്നുമില്ല, മനസ്സുകൊണ്ട് നമുക്കത് പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അത്രയും ചിട്ടവട്ടത്തോടുകൂടി നിങ്ങൾ ബലിതർപ്പണം നടത്തി നോക്കൂ. കൃത്യമായും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കാരണം അങ്ങനെ ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് വർഷാവർഷം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഒരു ദിവസം ഇതുപോലുള്ള ശുദ്ധമായ സ്ഥലത്തു നിന്ന് ബലിതർപ്പണങ്ങൾ സമർപ്പിക്കുന്നത്. അവർക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ വർഷങ്ങൾ ചെല്ലുന്തോറും ആൾക്കാരുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ഇതല്ല, കൂടിക്കൂടി വരുന്നു. കർക്കിടക വാവിൻ്റെ പ്രാധാന്യവും ഉയർന്നു വരുന്നു. അതിൻ്റെ കാരണം ശുദ്ധവൃത്തിയോടുകൂടി ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി കർക്കിടക വാവ് ബലി ഇട്ടുകൊടുത്താൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം.
ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പിതൃദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ പ്രേതബാധ ദോഷങ്ങളോ ഇങ്ങനെ പലതും ഉണ്ടാകാം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂമിയിൽ കഴിയുന്നത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതായിരിക്കും ഉത്തമം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.